ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗാലക്സി മേഡ് ഓഫ് ABS മെറ്റീരിയൽ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അവധിക്കാലത്തിന്റെ ആലസ്യമകറ്റി നവോന്മേഷത്തോടെ കുരുന്നുകൾ സ്കൂളിലെത്തി. ഇനി പഠനത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഗൌരവമേറിയ നാളുകൾ. പുസ്തകത്താളുകളിലെയും പുത്തനുടുപ്പിലെയും പുതുമണവും നിറവും അക്ഷരലോകത്തേക്കുള്ള പ്രചോദനമാവട്ടെ കൂട്ടുകാർക്ക്. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. പ്രധാന വാർത്തകളിലേക്ക്. അനാഥശാലകളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നതിന്റെ നടപടിക്രമങ്ങളിൽ വീഴ്ച വന്നതിന്റെ പേരിലെടുത്ത മനുഷ്യക്കടത്ത് കേസ് പിൻവലിക്കണമെന്ന് മുസ്ലിം ലീഗ്. മത്സ്യബന്ധനത്തിനിടെ കാണാതായ തൊഴിലാളികളെ തെരഞ്ഞുപിടിക്കാത്തതിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികൾ ബീച്ച് ഹൈവേ ഉപരോധിച്ചു. പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. അക്ഷരലോകത്തേക്ക് ഇത്തവണ 30,000-ഓളം കുരുന്നുകൾ ജില്ലയിൽ നിന്നും. വാർത്തകൾ വിശദമായി. അനാഥശാലകളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നതിന്റെ നടപടിക്രമത്തിൽ വീഴ്ച വന്നതിന്റെ പേരിലെടുത്ത മനുഷ്യക്കടത്ത് കേസ് പിൻവലിക്കണമെന്ന് മുസ്ലിം ലീഗ്. നിയമത്തെ ചില പോലീസുകാർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ DIG ശ്രീജിത്ത് ഇക്കാര്യത്തിൽ അധികാര ദുർവിനിയോഗം ചെയ്യുകയാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ശ്രീജിത്ത് എന്ന് പറയുന്നത് he is only an investigation officer of Human Rights Commission. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് തന്റെ ജോലി പ്രകാരം ഇൻവെസ്റ്റിഗേഷന്റെ മധ്യഭാഗത്തോ അല്ലെങ്കിൽ ഒരു ഭാഗത്തോ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള പ്രസ്താവനകൾ ചെയ്തുകൊണ്ടിരിക്കാൻ അവകാശമില്ല. മിസ്റ്റർ ശ്രീജിത്ത് അദ്ദേഹത്തിന്റെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. മത്സ്യബന്ധനത്തിനിടെ കാണാതായ തൊഴിലാളികളെ തിരഞ്ഞ് കണ്ടുപിടിക്കാത്തതിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികൾ ബീച്ച് ഹൈവേ ഉപരോധിച്ചു. പുതിയാപ്പയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ 2 തൊഴിലാളികളെയാണ് കാണാതായത്. പുതിയാപ്പയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ തിരയാൻ ജില്ലാ ഭരണകൂടം നടപടിയൊന്നും എടുക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു മത്സ്യത്തൊഴിലാളികൾ ബീച്ച് ഹൈവേ ഉപരോധിച്ചത്. രാവിലെ വെള്ളയിൽ ജംഗ്ഷന് സമീപമാണ് ഉപരോധം നടന്നത്. ഇതേ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിക്കാണ് പുതിയാപ്പ ഹാർബറിൽ നിന്നും വെള്ളയിൽ സ്വദേശി SV ശിവദാസൻ, പുതിയങ്ങാടി സ്വദേശി പ്രകാശൻ എന്നിവർ മാനവമൈത്രി എന്ന യാനത്തിൽ പുറപ്പെട്ടത്. പൊന്നാനി കടപ്പുറത്തു നിന്നും ഇവർ പോയ യാനത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചതോടെയാണ് ഇവർ അപകടത്തിൽപ്പെട്ട വിവരം അറിഞ്ഞത്. കരക്കടിപ്പിച്ച യാനത്തിൽ നിന്നും വലയുടെ അവശിഷ്ടങ്ങളും എഞ്ചിനും ലഭിച്ചിരുന്നു. വെള്ളിയാഴ്ച രാത്രിയിലായിരിക്കണം അപകടം നടന്നതെന്ന സംശയമുണ്ട്. വിവരമറിഞ്ഞിട്ടും ജില്ലാ ഭരണകൂടം അന്വേഷണം ഊർജിതപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചതെന്ന് മത്സ്യപ്രവർത്തക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് NP രാധാകൃഷ്ണൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് TP രാംദാസ്, അരയ സമാജം വെള്ളയിൽ പ്രസിഡന്റ് കനകരാജ്, സെക്രട്ടറി രാമചന്ദ്രൻ, പുതിയ കടവ് അരയ സമാജം പ്രസിഡന്റ് രമണൻ എന്നിവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അക്ഷരങ്ങളുടെ പൊതുലോകത്തെത്തിയത് 30,000-ഓളം കുരുന്നുകൾ. ഈ അധ്യയന വർഷത്തിൽ എല്ലാ വിദ്യാലയങ്ങളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചിരുന്നു. മഴ മാറി നിന്ന പ്രഭാതം കുരുന്നുകൾക്ക് സ്കൂളിലെത്താൻ സൌകര്യമായി. പഴയ പോലെ കരച്ചിലും ചിണുങ്ങളുമെല്ലാം കുറവായിരുന്നു. അറിവിന്റെ പുത്തൻ ലോകത്തേക്ക് പുതിയ അധ്യയന വർഷത്തിൽ കുരുന്നുകളെത്തി. പഴയ പോലെ കരച്ചിലും ചിണുങ്ങലുമൊക്കെ കുറവായിരുന്നു. അംഗനവാടിയിലെ മികവാർന്ന ആദ്യപാഠങ്ങളും അതോടൊപ്പം പരിശീലനങ്ങളും പുതിയ ലോകത്തെത്തിയ കുരുന്നുകൾക്ക് അലോസരമായില്ല. വർണ്ണനിറങ്ങൾ പൂശിയ ചുവരുകളിൽ തങ്ങൾക്കിഷ്ടപ്പെട്ട കാർട്ടൂൺ കഥാപാത്രങ്ങളും അച്ഛനമ്മമാർ വാങ്ങിത്തന്ന പുത്തനുടുപ്പും കുടയും ബാഗുമെല്ലാം ഒരു പുത്തൻ ലോകത്തെത്തിയ പ്രതീതിയായിരുന്നു ഇവർക്ക്. പ്രവേശനോത്സവത്തോടെയായിരുന്നു എല്ലാ വിദ്യാലയങ്ങളിലും അധ്യയനം ആരംഭിച്ചത്. നവാഗതർക്ക് സ്വാഗതമേകി എല്ലാ LP സ്കൂളുകളിലും ബാനറുകൾ ഉയർത്തി. 700 രൂപ SSA നൽകി. കുരുത്തോലകളും ബലൂണുകളും കൊണ്ടലങ്കരിച്ച് PTA കമ്മിറ്റികളും രംഗത്തുണ്ടായിരുന്നു.
കോഴിക്കോട് ജില്ലയിൽ 719 LP സ്കൂളുകളിലായി 30,000-ഓളം കുട്ടികളാണ് പുതുതായി എത്തിയത്. 6ാം പ്രവൃത്തി ദിനത്തിലെ തലയെണ്ണൽ കഴിഞ്ഞതിനു ശേഷമേ യഥാർത്ഥ കണക്ക് വ്യക്തമാകൂ. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലായി 29,753 പേരാണ് കഴിഞ്ഞ വർഷം ജില്ലയിലെ പ്രവേശന കണക്ക്. നവതി ആഘോഷിക്കുന്ന കരിയാത്തൻകാവ് ശിവപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സ്കൂൾ പ്രവേശനോത്സവത്തിന് ജില്ലാതല ഉദ്ഘാടനം നടന്നത്. പുരുഷൻ കടലുണ്ടി MLA ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല അധ്യക്ഷം വഹിച്ചു. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിളംബര ജാഥ, ഘോഷയാത്ര, അക്ഷരവിളക്ക്, ഉന്നത വിജയികൾക്കുള്ള ആദരം, ലോഗോ പ്രകാശനം എന്നിവയും നടന്നു. സ്കൂൾ ടൈം ടേബിൾ പരിഷ്കരിച്ചതിനാൽ ക്ലാസ് പീരീഡുകൾ 7 നിന്ന് 8 ആകും. ഉച്ചഭക്ഷണ സമയം 12:40 മുതൽ 1:40 വരെയായിരിക്കും. 40 മുതൽ 45 മിനിറ്റ് വരെയിരുന്ന പീരീഡുകളുടെ ദൈർഘ്യം 35 മുതൽ 40 മിനിറ്റായി ചുരുങ്ങും. 35 മുതൽ 40 മിനിറ്റായി ചുരുങ്ങും. അക്ഷരങ്ങളുടെ വിശാലമായ ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ചു കൊണ്ടുവരാൻ അധ്യാപകർക്കൊപ്പം രക്ഷിതാക്കൾക്കും ബാധ്യതയുണ്ടെന്ന് ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് കോഴിക്കോട് കോർപ്പറേഷൻ തല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവാഗതർക്ക് പുള്ളിക്കുടയാണ് കോർപ്പറേഷന്റെ സമ്മാനം. കോഴിക്കോട് കോർപ്പറേഷൻ തല പ്രവേശനോത്സവ പരിപാടികൾ കല്ലായ് GUP സ്കൂളിൽ നടന്നു. ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ അധ്യയന വർഷം 1000 മണിക്കൂറുകളിലൂടെയാണ് കടന്നുപോകുന്നത്. സന്തോഷത്തിന്റെയും ഉത്സാഹത്തിന്റെയും ഉത്സവമായി മാറട്ടെ ഈ 1000 മണിക്കൂറുകളെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ 1000 മണിക്കൂറുകൾ. അതാണ് ഇനി അടുത്ത മാർച്ച് 31 വരെ ഈ സ്കൂളിനകത്ത് ക്ലാസ് മുറികൾക്കകത്ത് ചെലവിടുന്ന 1000 മണിക്കൂറുകൾ ഒരു ഉത്സവം പോലെ അനുഭവപ്പെടാൻ കഴിയുന്ന മണിക്കൂറുകളായി മാറട്ടെ എന്നാണ് ഞാൻ ഈ പിഞ്ചു മക്കളോട് വേണ്ടി ആശംസിക്കുന്നത്. ആ മണിക്കൂറുകൾ 1000 മണിക്കൂറുകൾ സന്തോഷകരവും ആഹ്ലാദകരവും മുറിഞ്ഞു പോവാത്ത താരാട്ടുകൊണ്ടും അസ്തമിക്കാത്ത പുഞ്ചിരി കൊണ്ടും നിറഞ്ഞു നിൽക്കുന്ന മണിക്കൂറുകളായി ഇരിക്കട്ടെ എന്ന കൂടി ആശംസിച്ചുകൊണ്ട് ഈ വർഷത്തെ പ്രവേശനോത്സവം, ഇന്ന് തുടങ്ങിയ ഈ ആഹ്ലാദകരമായ അന്തരീക്ഷത്തിലെ പ്രവേശനോത്സവം നമ്മുടെ സൂക്ഷ്മമായ ശ്രദ്ധ കൊണ്ട്, ജാഗ്രതയാർന്ന പ്രവർത്തനം കൊണ്ട് ഈ വർഷം മുഴുവൻ 1000 മണിക്കൂറുകളും ഈ ഒരു സുഗന്ധം പോലെ അവർക്ക് അനുഭവപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ ഇവിടെ എത്തിച്ചേർന്നു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ ദേവി ടീച്ചർ അധ്യക്ഷം വഹിച്ചു. കൌൺസിലർ സുധാമണി, അശോക് കുമാർ, PTA പ്രസിഡന്റ് ബാബുരാജ് കരുപ്പാല, സ്കൂൾ SSG ചെയർമാൻ പാലക്കണ്ടി മൊയ്തീൻ അഹമ്മദ്, സിറ്റി ഉപജില്ലാ AEO ഇൻചാർജ് RB വിമല, പ്രധാനാധ്യാപകൻ വിനോദൻ, കൌൺസിലർ മുസാഫിർ അഹമ്മദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാനേജർ തകർത്ത മലപ്പറമ്പ് IUP സ്കൂൾ നാട്ടുകാരുടെയും സഹൃദയരുടെയും സഹകരണത്തോടെ രാജ്യാന്തര നിലവാരത്തിലേക്ക്. അടച്ചുപൂട്ടൽ ഉത്തരവ് റദ്ദാക്കിയതിനാൽ നിർമ്മാണം പൂർത്തിയാക്കി അധ്യയനം ആരംഭിച്ചു. PTA-യുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് പ്രവേശനോത്സവം നടന്നത്. പൊതുജന പങ്കാളിത്തത്തോടെ പുനർനിർമ്മിച്ച മലപ്പുറം LP സ്കൂളിലെ പ്രവേശനോത്സവത്തിന് ഇത്തവണ 10 മാറ്റ്. മാനേജർ തകർത്ത സ്കൂളിൽ നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു പ്രവേശനോത്സവം. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെത്തുന്ന എല്ലാവർക്കും കിറ്റ് നൽകി. കളർ ബോക്സും പെൻസിലും പുസ്തകങ്ങളുമെല്ലാം ഉൾപ്പെടുന്നതായിരുന്നു കിറ്റ്. എല്ലാവർക്കും യൂണിഫോമും നൽകി. സ്കൂൾ സംരക്ഷണ സമിതിയാണ് കിറ്റ് നൽകിയത്. യുവമോർച്ചയാണ് യൂണിഫോം സ്പോൺസർ ചെയ്തത്. 53 പേരാണ് കഴിഞ്ഞ വർഷം സ്കൂളിലുണ്ടായിരുന്നത്. 1ാം ക്ലാസ്സിൽ 14 പേരാണ് അപേക്ഷ വാങ്ങിയത്. 9 പേർ ഇതിനോടകം പ്രവേശനം നേടി. PTA-യും നാട്ടുകാരും ചേർന്നാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 10 രാത്രി തകർത്ത സ്കൂളിന്റെ മുഖ്യ കെട്ടിടമാണ് പുനർനിർമ്മിച്ചത്. 18.5 ലക്ഷം രൂപ ചെലവിൽ പണിത സ്കൂൾ നടക്കാവ് സ്കൂളിന്റെ രാജ്യാന്തര മാതൃകയിൽ ഉയർത്താനാണ് പദ്ധതി. സ്കൂൾ അടച്ചുപൂട്ടൽ ഉത്തരവ് മന്ത്രിസഭാ യോഗം റദ്ദാക്കിയെങ്കിലും ഉത്തരവ് എത്താത്തത് ഉച്ചക്കഞ്ഞി വിതരണത്തെ പ്രതികൂലമായി ബാധിച്ചേക്കും. ഉത്തരവിറങ്ങാത്തതിനാൽ ഉച്ചക്കഞ്ഞി വിതരണത്തിനുള്ള ഫണ്ട് AEO ഓഫീസിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. മുക്കം ഓർഫനേജിൽ കുട്ടികളെ കൊണ്ടുവന്ന സംഭവത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് ജാർഖണ്ഡിൽ നിന്നും എത്തിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ജാർഖണ്ഡ് സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. ഓർഫനേജ് അധികൃതർ ഇത് വാങ്ങിയിട്ടില്ലെന്ന് ജാർഖണ്ഡ് സംഘത്തോട് സമ്മതിച്ചിട്ടുണ്ട്. മതിയായ രേഖകളില്ലാതെ കേരളത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന സംഭവം മനുഷ്യക്കടത്ത് തന്നെയാണെന്ന് ജാർഖണ്ഡ് ഉദ്യോഗസ്ഥ സംഘം പറഞ്ഞു. ഞായറാഴ്ച തെളിവെടുപ്പിനെത്തിയ സംഘമാണ് ഇത് വെളിപ്പെടുത്തിയത്. ജാർഖണ്ഡിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ഭക്ഷണവും സൌജന്യമാണെന്നിരിക്കെ കേരളത്തിലേക്ക് വിദ്യാഭ്യാസത്തിനെന്ന പേരിൽ കുട്ടികളെ കൊണ്ടുവന്നതിൽ ദുരൂഹതയുണ്ട്. അന്വേഷണം പൂർത്തിയായ ശേഷം മനുഷ്യക്കടത്തിന് കേസെടുക്കും. മിക്ക കുട്ടികൾക്കും സ്വന്തം വിലാസം പറയാൻ പോലും അറിയില്ല.
എന്തിനാണ് കേരളത്തിലേക്ക് വന്നതെന്ന് കുട്ടികൾക്കറിയില്ല. ചിലർക്ക് ഭക്ഷണം കിട്ടുമെന്ന് മാത്രമാണ് പറയാനുണ്ടായിരുന്നത്. ഇക്കാര്യത്തിൽ ജാർഖണ്ഡിലും കൂടുതൽ അന്വേഷണം നടത്തും. ഫാക്ടറീസ് ഇൻസ്പെക്ടർമാരായ മനീഷ് കുമാർ സിൻഹ, വിനീത് കുമാർ സിൻഹ, ലേബർ എൻഫോഴ്സ്മെന്റ് ഓഫീസർ സുനിൽകുമാർ, സാമൂഹ്യക്ഷേമ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഷിമി ശർമ്മ, പ്രമോദ് കുമാർ വർമ്മ എന്നിവരാണ് സംഘത്തിലുള്ളത്. പാലക്കാട് പേഴുക്കരയിലെ അനാഥാലയത്തിൽ കഴിയുന്ന കുട്ടികളിൽ നിന്ന് സംഘം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ചയും തെളിവെടുപ്പ് തുടർന്നു. രക്ഷിതാക്കളുടെ വിവരങ്ങൾ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനം, പഞ്ചായത്ത്, ജില്ല എന്നിങ്ങനെ വിശദമായ വിവരാന്വേഷണമാണ് നടക്കുന്നത്. കുട്ടികളുടെ ഫോട്ടോയും എടുക്കും. ജാർഖണ്ഡ് സർക്കാരിന് റിപ്പോർട്ട് നൽകും. കേരള സർക്കാരിന്റെ അഭിപ്രായവും തേടും. ബീഹാർ, ജാർഖണ്ഡ്, ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള 455 കുട്ടികളെയാണ് 24-ന് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് പിടികൂടിയത്. ഇതിൽ 336 പേരാണ് മതിയായ രേഖകളില്ലാത്തതിനാൽ പാലക്കാട്, തൃശൂർ അനാഥാലയങ്ങളിൽ കഴിയുന്നത്. 48 കുട്ടികളെ രക്ഷിതാക്കൾ ശനിയാഴ്ച തിരിച്ചുകൊണ്ടുപോയി. ബാക്കിയുള്ള 167 കുട്ടികളിൽ നിന്നാണ് തെളിവെടുത്തത്. ബാലാവകാശ നിയമപ്രകാരം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കുട്ടികൾക്ക് അതത് സംസ്ഥാനങ്ങളിലെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇവരിൽ ചുരുക്കം ചിലർക്ക് ഉണ്ടെന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വ്യാജമാണോ എന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു. ജനന സർട്ടിഫിക്കറ്റുകളിലെ ഒപ്പുകളിൽ ദുരൂഹതയുണ്ട്. വില്ലേജ് പ്രധാൻ നൽകിയ സർട്ടിഫിക്കറ്റിലെ സീല്, ഒപ്പ് എന്നിവയും ആധാർ കാർഡിൽ വ്യക്തമായ വിലാസമില്ലാത്തതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നതായും പോലീസ് പറഞ്ഞു. ജാർഖണ്ഡ് സംഘത്തോടൊപ്പം പാലക്കാട് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ആർ മൃത്യുഞ്ജയൻ, ശിശുക്ഷേമ സമിതി ചെയർമാൻ ഫാദർ ജോസ് പോൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുമുണ്ടായിരുന്നു. വാർത്തകളിൽ ഇടവേള. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം, തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. നമുക്കേകും സന്തോഷം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്തെ KSEB ഓഫീസുകളിലേക്ക് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ യുവജന മാർച്ച് സംഘടിപ്പിച്ചു. അപ്രഖ്യാപിത പവർ കട്ട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് 18 കേന്ദ്രങ്ങളിലേക്ക് മാർച്ച് നടത്തിയത്. കാരപ്പറമ്പ് ഇലക്ട്രിക്കൽ സബ് ഡിവിഷനിലേക്ക് നടത്തിയ മാർച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ അപ്രഖ്യാപിത പവർ കട്ടിനെതിരെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ തിങ്കളാഴ്ച KSEB ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. അപ്രഖ്യാപിത പവർ കട്ട് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ 18 കേന്ദ്രങ്ങളിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. വെള്ളയിൽ KSEB ഓഫീസിന് മുൻപിൽ നടത്തിയ മാർച്ച് ഡിവൈഎഫ്ഐ ടൗൺ ബ്ലോക്ക് സെക്രട്ടറി KV പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. അസീസ് അധ്യക്ഷനായിരുന്നു. MD സജീവൻ, K ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകി. പാവങ്ങാട് ജില്ലാ സെക്രട്ടറി N രാജേഷും, കൊയിലാണ്ടിയിൽ ജില്ലാ പ്രസിഡന്റ് C അശ്വിനി ദേവും, വടകര കക്കട്ടിൽ ജില്ലാ ട്രഷറർ AM റഷീദും, രാമനാട്ടുകരയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം P നിഖിലും, പേരാമ്പ്രയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SK സജീഷും, വടകരയിൽ AM റഷീദും ഉദ്ഘാടനം ചെയ്തു. കാരപ്പറമ്പ് സബ് ഡിവിഷണൽ ഓഫീസ് പരിസരത്ത് നടത്തിയ പ്രതിഷേധ പരിപാടികൾക്ക് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി വരുൺ ഭാസ്കർ, നോർത്ത് ബ്ലോക്ക് സെക്രട്ടറി മുഹമ്മദ് കോയ, ജില്ലാ കമ്മിറ്റി അംഗവും കൌൺസിലുമായ K സിനി, ബ്ലോക്ക് കമ്മിറ്റി മെമ്പർ സതീശൻ എന്നിവർ നേതൃത്വം നൽകി. കൊച്ചു കലാകാരന്മാരുടെ ഭാവനകൾക്ക് മാരിവില്ലിന്റെ അഴകു പകർന്ന ബാലചിത്രമേളയ്ക്ക് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. 6 കുട്ടികളുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ചിത്രരേഖ ആർട്ട് അക്കാദമി സംഘടിപ്പിക്കുന്ന ചിത്രപ്രദർശനം ജൂൺ 5-ന് സമാപിക്കും. വരകൾക്കുമേൽ ഏഴഴക് ചാലിച്ച് തങ്ങളുടെ ഭാവനകൾക്ക് നിറച്ചാർത്തേകിയ 6 വിദ്യാർത്ഥികളുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുമുള്ള ആനന്ദ്, അതിനാഥ്, അഞ്ജിത്ത്, സരൻ, അമൽലാൽ, യാഗേഷ് എന്നിവരുടെ ചിത്രങ്ങൾ കോർത്തിണക്കി ചിത്രരേഖ ആർട്ട് അക്കാദമിയാണ് ചിത്രപ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായ മെഴുകുതിരി ദീപങ്ങൾ തെളിയിച്ച് മാധ്യമപ്രവർത്തകൻ സജീഷ് കുമാർ തറയിൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനത്തെ സംരംഭങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ സജ്ജീകരിച്ചിട്ടുള്ള പ്രദർശനം ജൂൺ 5-ന് സമാപിക്കും. പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളുകളിൽ ചിത്രകലയിലും നൃത്തകലയിലും താൽപര്യമുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ തുടക്കമായാണ് ചിത്രപ്രദർശനം ഒരുക്കിയിട്ടുള്ളത്.
കഴിഞ്ഞ 2 ദിവസമായി ജില്ലയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഇടിമിന്നലിലും വ്യാപക നാശനഷ്ടം. മിന്നലേറ്റ് വീടുകൾ തകർന്നു, ഗൃഹോപകരണങ്ങളും കത്തിനശിച്ചു. കാർഷിക വിളകൾക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ജനപ്രതിനിധികളും റവന്യൂ അധികൃതരും സംഭവസ്ഥലം സന്ദർശിച്ചു. കഴിഞ്ഞ 2 ദിവസമായി നഗരത്തിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും മിന്നലിലും വീടുകൾക്ക് നാശനഷ്ടം. നഗരത്തിൽ കാളൂർ റോഡ് കോരാമ്പിപ്പടന്നയിൽ സോമൻ, ചേളന്നൂർ പള്ളിപ്പൊയിൽ വാഗേരി മിത്തിൽ അബൂബക്കർ എന്നിവരുടെ വീടുകളുടെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. വടകര ചമ്മരത്തൂർ ആര്യന്നൂരിലാണ് മിന്നൽ നാശം വിതച്ചത്. ശക്തമായ മിന്നലേറ്റ് ഇവിടെ 6 വീടുകൾ തകർന്നു. 4 വീടുകൾക്ക് കാര്യമായ നാശം സംഭവിച്ചു. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പല സ്ഥലങ്ങളിലും വീടുകൾ തകർന്നു. മാണിക്കോത്ത് സുബൈദ, കാഞ്ഞിരത്തെരുവിൽ സഫിയ, പീടിയുള്ളിൽ പറമ്പിൽ ചന്ദ്രി, കല്ലർകണ്ടിയിൽ സുബൈദ എന്നിവരുടെ വീടുകൾക്കാണ് കാര്യമായ കേടുപാടുകൾ പറ്റിയത്. കിണറുള്ള പറമ്പത്ത് കണാരൻ, കിഴക്കേ കുഞ്ഞിക്കണാരക്കുറുപ്പ് എന്നിവരുടെ വീടുകൾക്കും നാശം സംഭവിച്ചു. എല്ലായിടത്തും വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മാണിക്കോത്ത് സുബൈദയുടെ വീടിന്റെ ചുമർ തകർന്ന് അകത്തെ കട്ടിലേക്ക് വീണു. സുബൈദയുടെ മകൾ സുമയ്യും 5 ദിവസം പ്രായമുള്ള കുഞ്ഞും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അപകടം. അമ്മയും കുഞ്ഞും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മിന്നലേറ്റ വീടുകളിലെ ചുമരുകൾ, ജനലുകൾ എന്നിവ വിണ്ടുകീറി. വയറിംഗ് കത്തിനശിച്ചു. വൈദ്യുതോപകരണങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. വൈദ്യുതി മീറ്ററുകൾ പൊട്ടിത്തെറിച്ച് ദൂരേക്ക് തെറിച്ചു. തെങ്ങുൾപ്പെടെയുള്ള മരങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. ചില പറമ്പുകളിൽ മണ്ണ് ഉഴുതുമറിച്ച നിലയിലാണ്. നാശനഷ്ടമുണ്ടായ വീടുകൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ MP, KK ലതിക MLA എന്നിവർ സന്ദർശിച്ചു. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ നേതാക്കളുമായ TK ശാന്ത, അമ്മാരപ്പള്ളി കുഞ്ഞിശങ്കരൻ, CP ചാത്തു, A മോഹനൻ, ശ്രീജിത്ത് എടത്തട്ട എന്നിവരും റവന്യൂ അധികൃതരും സ്ഥലം സന്ദർശിച്ചു. കാറ്റിൽ നാദാപുരം വളയം ഭാഗത്ത് 10 വീടുകൾക്ക് കേടുപാടുണ്ടായി. സംഭവം റവന്യൂ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. മണിയൂർ അളമ്പിലാട് നീരകത്ത് പറമ്പ് ബാലന്റെ വീടും മിന്നലേറ്റ് ഭാഗികമായി തകർന്നു. വീടിന്റെ ഭിത്തിയിൽ വിള്ളൽ വീണിട്ടുണ്ട്. കിടപ്പുമുറിയുടെ ജനൽ, വീടിന്റെ മതിൽ എന്നിവയിലും വിള്ളൽ വീണു. കിടപ്പുമുറിക്കകത്തെ ചുമരിൽ നിന്ന് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീണെങ്കിലും വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെള്ളൂക്കര കുറ്റിക്കാട്ടിൽ പാറുവിന്റെ വീടിന്റെ ചുമർ തുറന്ന നിലയിലാണ്. കിടപ്പുമുറികളുടെ ചുമരുകളും തകർന്നിട്ടുണ്ട്. വീട്ടിലെ പശു മിന്നലേറ്റ് ചത്തു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ താഴികക്കുടം സമർപ്പിച്ചു. ക്ഷേത്രം തന്തയുടെയും ക്ഷേത്രം മേൽശാന്തി KV ഷിബുശാന്തിയുടെയും നേതൃത്വത്തിലാണ് സമർപ്പണ ചടങ്ങുകൾ നടന്നത്. നാരങ്ങാപ്പറമ്പത്ത് ബാലകൃഷ്ണനാണ് ക്ഷേത്രത്തിലേക്ക് താഴികക്കുടം സംഭാവന നൽകിയത്. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ രാജഗോപുരത്തിന്റെ താഴികക്കുടം ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ സമർപ്പിച്ചു. പകൽ 11:20-നും 1:20-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് സമർപ്പണ ചടങ്ങുകൾ നടന്നത്. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിയും ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ KV ഷിബുശാന്തിയും നേതൃത്വം നൽകി. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ, കൺവീനർ സുന്ദർ രാജ് പൊറോളി, ജനറൽ സെക്രട്ടറി IP പുഷ്പരാജൻ, അനിരുദ്ധൻ എഴുത്തുപള്ളി, സുരേഷ് ബാബു എടക്കോത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. നിരവധി ഭക്തജനങ്ങളും ചടങ്ങിന് സാക്ഷികളായി. ക്ഷേത്രത്തിനായി നാരങ്ങാപ്പറമ്പത്ത് ബാലകൃഷ്ണനാണ് താഴികക്കുടം നൽകിയത്. കൊയിലാണ്ടി ശ്രീ പിഷാരിക്കാവ് ക്ഷേത്രത്തിൽ നടന്നുവന്ന 3ാമത് ശ്രീമദ് ദേവി ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി. സർവ ഐശ്വര്യത്തിനുമായി മെയ് 23-നാണ് ഭാഗവത രസികൻ മണ്ടാരപ്പള്ളി മഹേശ്വരൻ നമ്പൂതിരിപ്പാട് ആചാര്യനായി ക്ഷേത്രത്തിൽ ദേവി ഭാഗവത യജ്ഞം ആരംഭിച്ചത്. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കുകൊണ്ടു. 3ാമത് ശ്രീമദ് ദേവി ഭാഗവത സപ്താഹ യജ്ഞത്തിന് പിഷാരിക്കാവ് ക്ഷേത്രത്തിൽ സമാപനമായി. ഭക്തജനങ്ങളുടെയും നാടിന്റെയും ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയാണ് യജ്ഞം നടത്തിയത്. വിവിധ ദേശങ്ങളിൽ നിന്നും വന്ന ഭക്തജനങ്ങൾ പൂക്കൾ, കുങ്കുമം, ചന്ദനത്തിരി, കർപ്പൂരം, പ്രസാദത്തിനാവശ്യമായ സാധനങ്ങൾ എന്നിവ സമർപ്പിച്ചുകൊണ്ട് യജ്ഞത്തിൽ പങ്കാളികളായി. സഹസ്രനാമ പാരായണം, സമൂഹാർച്ചന, ശ്രീമദ് ദേവി ഭാഗവത പാരായണം, നാമജപ പ്രദക്ഷിണം, കുങ്കുമാഭിഷേകം, ചൊവ്വാഹോമം, മഞ്ഞപ്പൊടി അഭിഷേകം, കുമാരി പൂജ, ദമ്പതി പൂജ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തുടങ്ങിയ വിശേഷാൽ ചടങ്ങുകൾ നടന്നു. മെയ് 23 മുതൽ ക്ഷേത്രത്തിൽ ആരംഭിച്ച യജ്ഞത്തിന് ഭാഗവത രസികൻ മുണ്ടാരപ്പള്ളി മഹേശ്വരൻ നമ്പൂതിരിപ്പാട് ആചാര്യനായിരുന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടൻ അനിൽ നമ്പൂതിരിപ്പാട്, മേൽശാന്തി N നാരായണൻ മുസദ് തുടങ്ങിയവരും പൂജാതി കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു.
ടെലിവിഷന് മുന്നിൽ ചടഞ്ഞിരിക്കുന്ന പ്രവണത സ്ത്രീകൾ ഉപേക്ഷിച്ചത് റെസിഡൻസ് അസോസിയേഷനുകളുടെ ആവിർഭാവത്തോടെയാണെന്ന് ചലച്ചിത്ര താരം വിജയൻ കാരന്തൂർ ബേപ്പൂർ തമ്പി റോഡ് സഹൃദയ റെസിഡൻസ് അസോസിയേഷൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ വിവിധ രംഗങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ഉപഹാരം നൽകി ആദരിച്ചു. ബേപ്പൂർ തമ്പി റോഡ് സഹൃദയ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികാഘോഷം വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ നടന്നു. പ്രശസ്ത സിനിമാ സീരിയൽ താരം വിജയൻ കാരന്തൂർ ഉദ്ഘാടനം ചെയ്തു. വൈകുന്നേരം ഒരു 6:30 മുതൽ 9:30 വരെയുള്ള സമയം ഒരു വീട്ടിലേക്കൊന്നും കടന്നു നിന്നാൽ ചെല്ലാൻ പറ്റില്ല. ഇപ്പൊ ഒരാൾ ആ സമയത്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആ സീരിയല് പരസ്പരം തന്നെ സീരിയല് കഴിയുന്നവരെ അയാൾ കിടക്കുകയാണ്. അസോസിയേഷൻ പ്രസിഡന്റ് എടത്തൊടി മുരളീധരൻ അധ്യക്ഷനായിരുന്നു. ടി അനിൽകുമാർ, വാർഡ് കൌൺസിലറും നഗരാസൂത്രണ സ്ഥിരം സമിതി അധ്യക്ഷയുമായ ടി രജനി, ബേപ്പൂർ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ ഉബൈദത്ത്, ടി പി മനോജ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. റെസിഡൻസ് അസോസിയേഷൻ പരിധിയിൽ +2 എല്ലാ വിഷയത്തിലും A+ നേടിയ ശ്രീലക്ഷ്മി ഉണ്ണികൃഷ്ണൻ, +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ രാഹുൽ പി, സംസ്ഥാന ജൂനിയർ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ അശ്വിൻ സി എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. श्री भगवन्तं गणपतिमति वरदं वरदन्ती मुखं सुमुखं सादर मे करदं वरदं विपदुदौ. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. റിലാക്സ് മാർക്കറ്റിംഗ് സെക്കൻഡ് സെയിൽ. ട്രാൻസ്പോർട്ടേഷനിലും ഗോഡൌണിലും ഡാമേജായ പ്രമുഖ കമ്പനികളുടെ കട്ടിൽ, അലമാര, സോഫ, കിടക്ക തുടങ്ങി എല്ലാവിധ ഫർണിച്ചറുകളും ചെറിയ വിലയ്ക്ക് ലഭിക്കുന്നു. റിലാക്സ് മാർക്കറ്റിംഗ്, വെസ്റ്റ് മാങ്കാവ്, തിരുവണ്ണൂർ. ഫോൺ 9846819486. വാർത്തകൾ തുടരുന്നു. ജീവനക്കാരുമായുള്ള കരാർ ഒപ്പുവെക്കുന്നതോടെ KSEB പൂർണ്ണാർത്ഥത്തിൽ കമ്പനിയായി പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. ഇതിന്റെ പേരിൽ ഒരു ജീവനക്കാരന്റെയും ആനുകൂല്യം ഇല്ലാതാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. KSEB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSEB എഞ്ചിനീയേഴ്സിന്റെ 61ാം സംസ്ഥാന വാർഷിക സമ്മേളനമാണ് കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നടന്നത്. ഊർജ്ജ വകുപ്പ് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ആരിതിനെ വിമർശിച്ചാൽ ഒരു കാര്യം ഞാൻ പറയും, ജീവനക്കാർക്ക് നൽകാനുള്ളത് നൽകിക്കൊണ്ട് തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പരമാവധി ശ്രമിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. MP MK രാഘവന് KSEB എഞ്ചിനീയേഴ്സിന്റെ സ്നേഹോപഹാരം നൽകി. പരിപാടിയുടെ ഭാഗമായി ഊർജ്ജം കേരളത്തിന്റെ സുസ്ഥിര വികസനത്തിന് എന്ന വിഷയത്തിൽ ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. KSEB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഇ ഷെരീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ M ശ്രീനിവാസൻ, മുഹമ്മദ് അലി റാത്തോർ തുടങ്ങിയവർ സംസാരിച്ചു. ദിശ മാത്തോട്ടം ചാരിറ്റബിൾ ട്രസ്റ്റ് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പരിപാടി കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ജനസേവന മേഖലകളിലും ജീവകാരുണ്യ രംഗങ്ങളിലും മാത്തോട്ടം മാറോട് പ്രദേശങ്ങളിൽ പഠനം, മനനം, സേവനം എന്ന മുദ്രാവാക്യവുമായി കഴിഞ്ഞ 32 വർഷമായി മഹത്തായ സംഭാവനകൾ അർപ്പിച്ചു വരുന്ന കൂട്ടായ്മയായ മാത്തോട്ടം ഇസ്ലാമിക് സ്റ്റഡി സർക്കിളും അതിന്റെ വികസിത രൂപമായ ദിശ മാത്തോട്ടം ചാരിറ്റബിൾ ട്രസ്റ്റും വർഷം തോറും തെരഞ്ഞെടുത്ത ഏതാനും വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വരുന്നുണ്ട്. ബാഗ്, ബുക്ക്, കുട എന്നിവയടങ്ങിയ കിറ്റും SSLCയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികളെ അനുമോദിക്കലും മാത്തോട്ടത്ത് വെച്ച് നടന്നു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. ദിശ മാത്തോട്ടം ചെയർമാൻ അബ്ദുൾ റസാഖ് അധ്യക്ഷനായിരുന്നു. കൺവീനർ മുസ്തഫ, മുഹമ്മദ്, ജമാഅത്തെ ഇസ്ലാമി മാത്തോട്ടം പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ മുജീബ്, ജാബിർ എന്നിവർ സംസാരിച്ചു. മാറാട് സബ് ഇൻസ്പെക്ടർ MA അബ്ദുൾ നാസിർ, വാർഡ് കൌൺസിലർ സൈഫുന്നിസ എന്നിവർ അവാർഡ് ദാനവും പുസ്തക വിതരണവും നിർവഹിച്ചു. രണ്ടാം തവണയും MP-യായി തെരഞ്ഞെടുക്കപ്പെട്ട MK രാഘവന് ബേപ്പൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം നൽകി. ബേപ്പൂർ ടൌൺ, പൂണാർ വളപ്പ്, പുളിമുട്ട്, കല്ലിങ്ങൽ, മാത്തോട്ടം, മാറാട്, അരക്കിണർ, നടുവട്ടം, BC റോഡ് എന്നിവിടങ്ങളിൽ നൽകിയ സ്വീകരണത്തിന് TK ഗഫൂർ, റഫീഖ് അഹമ്മദ്, രമേശ് നമ്പിയത്ത്, V ബാലകൃഷ്ണൻ, M അഹമ്മദ് കോയ, P മാധവദാസ്, VP ബഷീർ, P രാമകൃഷ്ണൻ, രാജീവ് തിരുവച്ചിറ, SV സലീം, ഇക്ബാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി.
വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ബേപ്പൂർ NSS കരയോഗത്തിന്റെ ബാലസമാജം തെരഞ്ഞെടുപ്പ് നടന്നു. പരിപാടിയോടനുബന്ധിച്ച് സൌജന്യ പഠനോപകരണ വിതരണവും നടന്നു. ബാലസമാജം പ്രസിഡന്റായി സനൂപിനെയും സെക്രട്ടറിയായി അബീഷിനെയും ട്രഷററായി അപർണയെയും തെരഞ്ഞെടുത്തു. യോഗത്തിൽ കരയോഗം പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി വി സുരേഷ് കുമാർ, ട്രഷറർ അരവിന്ദാക്ഷൻ നായർ, യൂണിയൻ പ്രതിനിധി വി ജയപ്രകാശൻ, TP വേണുഗോപാലൻ, T ബാലസുബ്രഹ്മണ്യൻ, സന്തോഷ്, ഗിരിജ മുരളി എന്നിവർ സംസാരിച്ചു. SNDP യോഗം കോഴിക്കോട് യൂണിയൻ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി പാനലിൽ മത്സരിച്ച എല്ലാവരും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പുതിയ ഭാരവാഹികളായി T ഷനൂബ് പ്രസിഡന്റ്, ഡോക്ടർ റോയ് വിജയൻ വൈസ് പ്രസിഡന്റ്, C സുധീഷ് സെക്രട്ടറി, VP അശോകൻ, V സുരേന്ദ്രൻ, KT ബാലകൃഷ്ണൻ ഡയറക്ടർമാർ, P ബാലരാമൻ, ഇടപ്പലത്ത് ബാഹുലയൻ, പൊയിൽ കൃഷ്ണൻ എന്നിവരെ കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു. നിലവാരമില്ലാത്തതിന്റെ പേരിൽ അടച്ചുപൂട്ടിയ ബാറുകൾ തുറക്കരുത്, സമ്പൂർണ്ണ മദ്യനിരോധനം യാഥാർത്ഥ്യമാക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന ഘടകം ജൂൺ 4 ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് ബഹുജന സംഗമം സംഘടിപ്പിക്കും. കോഴിക്കോട് ടൌൺഹാളിലാണ് പരിപാടി. മത, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ പ്രമുഖർ ബഹുജന സംഗമത്തിൽ പങ്കെടുക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനാഥശാലകളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നതിന്റെ നടപടിക്രമങ്ങളിൽ വീഴ്ച വന്നതിന്റെ പേരിലെടുത്ത മനുഷ്യക്കടത്ത് കേസ് പിൻവലിക്കണമെന്ന് മുസ്ലിം ലീഗ്. മത്സ്യബന്ധനത്തിനിടെ കാണാതായ തൊഴിലാളികളെ തെരഞ്ഞുപിടിക്കാത്തതിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികൾ ബീച്ച് ഹൈവേ ഉപരോധിച്ചു. പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. അക്ഷരലോകത്തേക്ക് ഇത്തവണ 30,000-ഓളം കുരുന്നുകൾ ജില്ലയിൽ നിന്നും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.